Welcome back to Learnino. SSCയുടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഒന്ന് നോക്കാം. സോ ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് 24/6/2024 ടു 24/7/2024. അതായത് ജൂലൈ 24 വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. Last date and time for receipt of online application 24/7/2024 ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ഓൺലൈൻ ആയിട്ടാണ് ഇതിൽ ഫീ പേയ്മെന്റ് വരുന്നത്. അത് 25/7/2024 വരെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ അത് വരുന്നത് 10/8/2024 ടു 11/8/2024 ആണ്. ഇനി നമുക്ക് SSCയിൽ ടയർ 1 ടയർ 2 രണ്ട് സ്റ്റേജ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ അതിൽ ടയർ 1 എക്സാം സെപ്റ്റംബർ ടു ഒക്ടോബർ ആ മന്തിലായിരിക്കും ഉണ്ടാവുക. ദെൻ ടയർ 2 നമുക്ക് ഡിസംബറിലാണ് ഉണ്ടാവുക. സോ ഈ ഇയറിൽ തന്നെ നമുക്ക് എക്സാംസ് ഉണ്ടാവും. സോ ഇത്രയാണ് ഡേറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൽ ഏതൊക്കെ പോസ്റ്റ് ആണ് വരുന്നതെന്ന് അറിയാം. ഗ്രൂപ്പ് ബി പോസ്റ്റുകളും ഗ്രൂപ്പ് സി പോസ്റ്റുകളും ഉണ്ട്. ഇപ്പൊ ഗ്രൂപ്പ് ബിയിൽ നമുക്ക് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, അത് സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്, ഇന്റലിജൻസ് ബ്യൂറോ, മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. പിന്നെ CBDT ഗ്രൂപ്പ് സിയിൽ വരുന്നതാണ്. അപ്പൊ ഇതിൽ ഓരോന്നിന്റെയും ഏജ് ലിമിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റായി നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. ഇതേപോലെ തന്നെ ഗ്രൂപ്പ് ബിയിലും വരുന്ന പോസ്റ്റുകൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി പേ ലെവൽ 6ൽ വരുന്ന ഗ്രൂപ്പ് ബി പോസ്റ്റുകളും നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ തുടങ്ങിയ പോസ്റ്റുകളെല്ലാം ഗ്രൂപ്പ് ബി പോസ്റ്റിലാണ്. 18 to 30 ആണ് ഏജ് ലിമിറ്റ്. ദെൻ പേ ലെവൽ 5ൽ വരുന്ന ഗ്രൂപ്പ് സി പോസ്റ്റുകളുണ്ട്. ഓഡിറ്റർ, അക്കൗണ്ടന്റ് തുടങ്ങിയ പോസ്റ്റുകളുണ്ട്. 18 to 27 ആണ് ഇയേഴ്സ് വരുന്നത്. ദെൻ പേ ലെവൽ 4ൽ വരുന്ന ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ് പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ്, ദെൻ സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്, സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ടാക്സ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ തുടങ്ങിയ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന പോസ്റ്റുകൾ. ഇനി നമുക്ക് ഇതിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ പോസ്റ്റിലേക്കാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട്, അറ്റ്ലീസ്റ്റ് 60% മാർക്ക് ഇൻ മാത്തമാറ്റിക്സ് 12th ലെവലാണ് വേണ്ടത്. ബാച്ചിലർ ഡിഗ്രി എടുക്കുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം ഡിഗ്രി ലെവലിൽ. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 വരുമ്പോൾ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് the candidates must have studied statistics as a subject in all the 3 years or all semesters. ഗ്രാജുവേഷനിൽ സെമസ്റ്ററുകളിൽ പഠിച്ചിരിക്കണം. ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 പോസ്റ്റിലേക്കാണെങ്കിലാണ് ഈ പറയുന്നത്. ഇനി റിസർച്ച് അസിസ്റ്റന്റ് ആണെങ്കിൽ NHRCയിലാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി, അതേപോലെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷനിൽ പറയുന്നുണ്ട് മിനിമം 1 year റിസർച്ച് എക്സ്പീരിയൻസ് ഇൻ എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ റെക്കഗ്നൈസ്ഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഡിഗ്രി ഇൻ ലോ ഓർ ഹ്യൂമൻ റൈറ്റ്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇത് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറ്റെല്ലാ പോസ്റ്റുകളിലേക്കും ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് വേണ്ടത്. ഇനി ഫൈനൽ ഇയർ എക്സാം അപ്പിയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും 1/8/2024 ആകുമ്പോഴത്തേക്കും അവരും എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഇനി ആപ്ലിക്കേഷൻ ഫീ 100 rupees ആണ് വരുന്നത്. വിമൻ കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു SC, ST, പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ്, എക്സ് സർവീസ്മാൻ, ഇവരൊക്കെ തന്നെ ഈ ഫീ പേ ചെയ്യേണ്ട ആവശ്യമില്ല, എക്സെംപ്റ്റഡ് ആണ്. ഓക്കെ, ഇനി ഓൺലൈനായിട്ട് ഫീ പേ ചെയ്യാനായിട്ട് സാധിക്കും. UPI വഴി, നെറ്റ് ബാങ്കിങ് വഴിയൊക്കെ കാർഡ്സ് യൂസ് ചെയ്തിട്ട്, ഡെബിറ്റ് കാർഡ്സ് യൂസ് ചെയ്തിട്ടൊക്കെ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓൺലൈൻ ഫീ നമുക്ക് 25/7/2024 വരെയാണ് പേ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് എലിജിബിൾ ആയിട്ടുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ലേണിനോയിൽ SSC CGL എക്സാമിനുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടയർ 1 ടയർ 2 രണ്ടിൻ്റെയും കോച്ചിങ് അവൈലബിൾ ആണ്. സിലബസ് അനുസരിച്ച് ലെക്ചേഴ്സ്, MCQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, സ്റ്റഡി മെറ്റീരിയൽസ്, ടെസ്റ്റ് സീരീസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഡിസ്കഷൻ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. സോ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ നിന്ന് ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. താങ്ക് യു.